എത്ര തരം മാനുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? കേരളത്തിലുള്ള 3 തരം മാനുകളെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. പരിചയപ്പെട്ടാലോ? ആദ്യത്തെ സാമ്പാർ ഡിയർ എന്ന മ്ലാവാണ്. എല്ലാ മാനുകളെയും പോലെ ആൺമാനുകൾക്കാണ് കൊമ്പ് വലിപ്പം കൂടുതൽ. ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ഏഷ്യയിൽ പലയിടത്തും ഇതിനെ കാണാറുണ്ട്. ആൺമാനുകൾ പൊതുവെ ഒറ്റയ്ക്കാണ് നടക്കാറ്, പക്ഷെ പെൺമാനുകളെ കൂട്ടമായിട്ട് കണ്ടിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള മാനായതുകൊണ്ടാവണം പുലി, കടുവ, കാട്ടുനായ പോലെയുള്ള മൃഗങ്ങൾക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. നെല്ലിയാമ്പതിയിൽ നിന്നും കാട്ടുനായ്ക്കൾ കൊന്നിട്ട മ്ലാവിനെ കാട്ടുപന്നികൾ ഭക്ഷിക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. പുലർച്ചയിലും സന്ധ്യാസമയങ്ങളിലും പിന്നെ രാത്രിയാണ് കൂടുതൽ കാണാറ്. അടുത്തത് പെട്ടെന്ന് കാഴ്ചയ്ക്ക് പിടിതരാത്തൊരു മാനാണ് കേഴമാൻ. അപകട സൂചന നൽകാൻ വേണ്ടി കുരയ്ക്കുന്നത് പോലെ ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിനെ ബാർക്കിംഗ് ഡിയർ എന്നും വിളിക്കും. പുലർച്ചയിലും സന്ധ്യാസമയത്താണ് ഈ മാനും ആക്റ്റീവായ സമയം. ഈ സ്ഥലങ്ങളിലെല്ലാം ഇതിനെ കാണപ്പെടുന്നു. ഈ മാനിനെ കൂട്ടത്തോടെ കാണാൻ പറ്റില്ല കേട്ടോ, ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ പെയറായിട്ടാണ് കണ്ടിട്ടുള്ളത്. തേയിലത്തോട്ടങ്ങളിൽ നിന്നും പെട്ടെന്ന് ചാടി റോഡ് ക്രോസ് ചെയ്ത് പോണ കേഴമാനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. നാട്ടിൽ ലോക്കലി ഇതിനെ കേഴയാട് എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഇത് മാനാണ്. അടുത്ത മാനിനെ എല്ലാവരും കണ്ടു കാണും. ഇതാണ് പുള്ളിമാൻ. ഈ മാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യയിലാണ്. നെല്ലിയാമ്പതിൽ ഞാൻ ഈ മാനിനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ, പക്ഷെ തൊട്ടടുത്തുള്ള പറമ്പിക്കുളത്ത് ഇതിനെ ധാരാളം കണ്ടിട്ടുമുണ്ട്. കാടുകളുടെ പ്രകൃതം മാറിയത് കൊണ്ടാവണം ഇങ്ങനെയെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ മാനുകൾ ഉൾപ്പെടെ എല്ലാ മാനുകളും പെടുന്നത് ഒരേ ഫാമിലിയായ സെർവിഡയിലാണ്. ഈ മാൻ ഫാമിലിയിലെ പെടാതെ മാൻ എന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞു ജീവി നമ്മുടെ കാടുകളിലുണ്ട്. അതാണ് കൂരമാൻ. ഈ പരിചയപ്പെട്ട മാനുകളെ എവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനെയുള്ള കണ്ടന്റിന് ഫോളോ ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ.